സരസ്വതി FM കരുതലിൻ്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ. സരസ്വതി FMിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2026 ജൂലൈ 28 കൊല്ലവർഷം 1201 കർക്കിടകം 12 ചൊവ്വാഴ്ച. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഫിഡെ തലപ്പത്ത് ആനന്ദ് താൽക്കാലിക അധ്യക്ഷനായ നിയമനം. ഈ പദവിയിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ. ബാലരാമപുരം എയ്ഡ് പോസ്റ്റ് CA ഓഫീസാകും. കാലിലെ കുരുക്കുകൾ ഇനി ജീവിതത്തെ കുരുക്കരുത്. ഡോക്ടർ SK അജയകുമാറിൻ്റെ നേതൃത്വത്തിൽ ആധുനിക ലേസർ ചികിത്സ. ഓണം വാരാഘോഷം കലാസംഘങ്ങൾക്ക് അപേക്ഷിക്കാം. ഫ്ലിപ്കാർട്ട് ഭക്ഷണ വിതരണ മേഖലയിലേക്ക്. വാർത്തകൾ വിശദമായി. ലോക ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായി ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ്. റഷ്യക്കാരനായ പ്രസിഡന്റ് ആർക്കഡോർക്കോവിച്ച് യൂറോപ്യൻ യൂണിയനിന്റെ വിലക്കപ്പെട്ടവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് സ്ഥാനമൊഴിഞ്ഞു. ഇതോടെ നിലവിൽ ഡെപ്യൂട്ടി പ്രസിഡന്റായ ആനന്ദിന് പ്രസിഡന്റ് പദവി ലഭിച്ചു. 5 വട്ടം ചെസ് ചാമ്പ്യനായ ആനന്ദ് ഫിഡെ അധ്യക്ഷ പദവിയിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായി. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സെപ്റ്റംബറിൽ നടക്കും. ബാലരാമപുരം എയ്ഡ് പോസ്റ്റ് CA ഓഫീസാകും. ബാലരാമപുരം എയ്ഡ് പോസ്റ്റ് CA ഓഫീസാകും. പോലീസ് സ്റ്റേഷനുകളുടെ ചുമതല SIമാർക്ക് നൽകുന്നതോടെ ബാലരാമപുരത്തെ നിലവിലെ പോലീസ് എയ്ഡ് പോസ്റ്റ് സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസായി മാറും. ബാലരാമപുരം കവലയിൽ പോലീസ് സ്റ്റേഷൻ വേണമെന്ന ആവശ്യത്തിനും ഇതിലൂടെ ഒരു പരിധിവരെ പരിഹാരമാകും. കാലിലെ കുരുക്കുകൾ ഇനി ജീവിതത്തെ കുരുക്കരുത്. വെരിക്കോസ് വെയിൻ മൂലമുള്ള കാലുവേദന, നീർവീക്കം, ഭാരക്കുറവും കത്തുന്ന തോന്നലും രാത്രികാല വേദനയും പിടിപ്പും ഇനി സഹിച്ച് ജീവിക്കേണ്ടതില്ല. ഡോക്ടർ SK അജയകുമാറിൻ്റെ നേതൃത്വത്തിൽ ആധുനിക ലേസർ ചികിത്സയിലൂടെ ശസ്ത്രക്രിയ ഇല്ലാതെ വേഗത്തിലുള്ള സുഖപ്രാപ്തിയോടെ ദൈനംദിന ജീവിതത്തിലേക്ക് മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 7593989812. ഓണം വാരാഘോഷം കലാസംഘങ്ങൾക്ക് അപേക്ഷിക്കാം. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ ഭാഗമായി നഗരത്തിൽ നടക്കുന്ന സമാപന ഘോഷയാത്രയിൽ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നതിന് കലാസംഘങ്ങൾക്കോ വ്യക്തികൾക്കോ അപേക്ഷിക്കാം. അപേക്ഷകൾ 28 വൈകുന്നേരം 5 മുമ്പായി കൺവീനർ, ഓണം ഘോഷയാത്രാ കമ്മിറ്റി, വിനോദസഞ്ചാര വകുപ്പ്, ആസ്ഥാന കാര്യാലയം, പാർക്ക് വ്യൂ, തിരുവനന്തപുരം 695033 എന്ന വിലാസത്തിൽ തപാൽ മുഖേനയോ നേരിട്ടോ എത്തിക്കണം. വിവരങ്ങൾക്ക് വിളിക്കാം 047125604226. ഫ്ലിപ്കാർട്ട് ഭക്ഷണ വിതരണ മേഖലയിലേക്ക്. വാൾമാർട്ടിൻ്റെ ഉടമസ്ഥതയിലുള്ള ഫ്ലിപ്കാർട്ട് ഭക്ഷണ വിതരണ മേഖലയിലേക്ക് ചുവടുവെക്കുന്നു. ഓഗസ്റ്റ്-സെപ്റ്റംബർ മാസത്തോടെ ബംഗളൂരുവിൽ സേവനം തുടങ്ങാനാണ് പദ്ധതിയിടുന്നത്. ഇവിടെ വിജയം കണ്ടാൽ ഘട്ടം ഘട്ടമായി മറ്റു ഇടങ്ങളിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കും. കൗതുക വാർത്തകൾ. നൂറ്റാണ്ടിൻ്റെ വിവാഹമോചനം. നഷ്ടപരിഹാരം 6230 കോടി രൂപ നൽകേണ്ടത് ദക്ഷിണ കൊറിയൻ ടെക് വ്യവസായി. പ്രമുഖ ദക്ഷിണ കൊറിയൻ ടെക് വ്യവസായ കമ്പനിയായ SK ഗ്രൂപ്പ് ചെയർമാനും ശതകോടീശ്വരനുമായ ചെതയ് വോണും മുൻ ഭാര്യ റോ സോയോങ്ങും തമ്മിലുള്ള വിവാഹമോചന കേസിലാണ് വിധി. സോൾ ഹൈക്കോടതിയാണ് റോ സോയോങ്ങിന് ഞെട്ടിക്കുന്ന തുക നഷ്ടപരിഹാരം നൽകണമെന്ന് വിധിച്ചത്. റോ സോയോങ് മുൻ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിന്റെ മകളാണ്. ഇരുവർക്കും 3 മക്കളുണ്ട്. കായികം. അണ്ടർ-20 ഫുട്ബോൾ ഇന്ത്യ സിംഗപ്പൂരുമായി കളിക്കും. ഏഷ്യൻ കപ്പ് അണ്ടർ-20 ഫുട്ബോൾ യോഗ്യതാ പോരാട്ടങ്ങൾക്ക് മുന്നോടിയായി ഇന്ത്യൻ ടീം സിംഗപ്പൂരുമായി 2 സൗഹൃദ മത്സരങ്ങൾ കളിക്കും. ബംഗളൂരിൽ ആഗസ്റ്റ് 3-നും 6-നുമാണ് മത്സരം. ഇനി ആരോഗ്യമുത്തുകളിൽ ഡോക്ടർ SK അജയകുമാർ സംസാരിക്കുന്നു. സീനിയർ സിറ്റിസൺസും വീഴ്ചകളും എന്ന വിഷയത്തെക്കുറിച്ച്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ആരോഗ്യമുത്തുകളിൽ സംസാരിക്കുന്ന വിഷയം സീനിയർ സിറ്റിസൺസും വീഴ്ചയും എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രായമാകുമ്പോൾ പ്രത്യേകിച്ചും ജീവിത സായാഹ്നത്തിൽ എല്ലുകൾക്ക് ബലം കുറയും, മാംസപേശികൾക്ക് ബലം കുറയും, ബാലൻസ് കുറയും, തലച്ചുറ്റ് തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ വരും, BP പെട്ടെന്ന് കുറയുന്ന അവസ്ഥ വരും. ഇത്തരം കാര്യങ്ങൾ ആ ആളിനെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴോ ബാത്റൂമിൽ നിൽക്കുമ്പോഴോ ഒക്കെ വീഴ്ചയ്ക്ക് കാരണമാക്കും. ഈ വീഴ്ച പലരുടെയും അന്ത്യത്തിന് കാരണമാകുന്നതാണ് നമ്മൾ പലപ്പോഴും വൃദ്ധജനങ്ങളിൽ കണ്ടിട്ടുള്ളത്. തുട എല്ല് പൊട്ടുക, കമഴ്ന്ന് വീണാൽ കയ്യിലെ 2 ഭുജത്തിലെയും എല്ലുകൾ പൊട്ടുക, മുഖത്തെ എല്ലുകൾ പൊട്ടുക, ഇങ്ങനെ വളരെ അസ്ഥിക്ക് ക്ഷതം സംഭവിക്കുന്നത് സാധാരണമാണ്. തുടയെല്ലിൻ്റെ മുകൾ ഭാഗത്ത് പൊട്ടലുണ്ടാകുന്നതാണ് ഏറ്റവും സാധാരണം. അത് രോഗിക്ക് ഓപ്പറേഷൻ ചെയ്ത് നേരെയാക്കിയില്ലെങ്കിൽ രോഗി കിടപ്പിലാകും. ആ കിടപ്പിലാകുന്നതിൽ നിന്നും സങ്കീർണതകൾ ഏറിയേറി ഒന്നിനു പിറകെ ഒന്നായി പ്രശ്നങ്ങളുണ്ടായി രോഗി ചിലപ്പോൾ ജീവിതം തന്നെ നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ എങ്ങനെ നമുക്ക് വീഴ്ചകൾ തടയാം എന്നുള്ളത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ
ഗൈഡ് ലൈൻസ് ഉള്ളതാണ്. ഒരു ആശുപത്രിയിലാകട്ടെ വീട്ടിലാകട്ടെ മുതിർന്ന രോഗികൾ വീഴുന്നത് തടയുവാൻ വ്യക്തമായ നിർദ്ദേശങ്ങൾ നിലവിലുണ്ട്. ഒരു രോഗി കട്ടിലിൽ കിടക്കുമ്പോൾ വീട്ടിലായാലും ആശുപത്രിയിലായാലും ഇത്തരം രോഗികൾക്ക് സൈഡ് റെയിൽസ് അഥവാ കട്ടിലിന്റെ സൈഡിലെ വേലി പോലെയുള്ള വീഴ്ച തടയുന്ന കാര്യം ഉണ്ടാവേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, ആള് ഒരിക്കലും ഒറ്റയ്ക്ക് എണീക്കാനോ ബാത്റൂമിൽ പോകാനോ പാടുള്ളതല്ല. കൂടെ ഒരു കൂട്ടിരിപ്പുകാരൻ തീർച്ചയായും സഹായിക്കാൻ ഉണ്ടാവണം. ഇനി ബാത്റൂമിൽ ആന്റി സ്കിഡ് ഫ്ലോറിംഗ് ആയിരിക്കണം. അതിന് മുകളിൽ വേണമെങ്കിൽ സ്കിഡ് ചെയ്യാത്ത തെന്നാത്ത മാറ്റ് ഉപയോഗിക്കാം. അഡീഷണൽ ഹാൻഡ് ബാറുകൾ ചുവരിലും ക്ലോസറ്റിന്റെ സൈഡിലും ഒക്കെ പിടിപ്പിക്കാം. BP കുറവുള്ള അല്ലെങ്കിൽ തലചുറ്റ് സാധാരണ വരുന്ന രോഗികൾ കട്ടിലിൽ എഴുന്നേറ്റ് 1 മിനിറ്റ് ഇരുന്ന് തലചുറ്റില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ എഴുന്നേൽക്കാവൂ. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സീനിയർ സിറ്റിസൺസിന്റെ വീഴ്ച ഒഴിവാക്കാൻ പറ്റും. എല്ലുകൾക്ക് ക്ഷതമേൽക്കുക, തലച്ചോറിന് അല്ലെങ്കിൽ തലയ്ക്ക് മുറിവ് പറ്റുക തുടങ്ങിയ ഭവിഷ്യത്തുകൾ ഒഴിവാക്കാനും പറ്റും. ഓർക്കുക, വയോജനങ്ങൾ ഒരു നല്ല ജീവിത സായാഹ്നം, ആരോഗ്യകരമായ ജീവിത സായാഹ്നം അർഹിക്കുന്നു. അത് നൽകേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. നന്ദി, നിർത്തുന്നു. സ്നേഹപൂർവ്വം ഡോക്ടർ SK അജയകുമാർ. അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി കേട്ടുമുട്ടുന്നത് വരെ നന്ദി, നമസ്കാരം. സരസ്വതി FM കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ.